കുറച്ച് ഓർമ്മകൾക്ക് നടുവിൽ MP വീരേന്ദ്രകുമാറിന്റെ 6ാം അനുസ്മരണ ദിനം കോഴിക്കോട് നടന്നു. MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം സുനിതാ കൃഷ്ണൻ, ജസ്റ്റിസ് ചന്ദ്രു കൈമാറി വരും തലമുറകളെ പ്രചോദിപ്പിക്കണമെന്ന വലിയ സന്ദേശം പകർന്നു തന്നത് MP വീരേന്ദ്രകുമാറാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ചൂണ്ടിക്കാട്ടി. MP വീരേന്ദ്രകുമാറിന്റെ 6ാം ഓർമ്മ ദിനത്തിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ ജൂബിലി ഹാളിലെ പ്രൗഢമായ സദസ്സ് സാക്ഷിയായി. സോഷ്യലിസത്തിന്റെ കാൽപ്പനികമായ തികവിൽ സർവതല സ്പർശിയായ വികസനം സാധ്യമാവണമെന്ന് ജയറാം രമേശ് MP പറഞ്ഞു. What is relevant is to raise your voice, is to fight on behalf of the people and raise their concerns. And I think that was the dominant impression that Virendra Kumar ji left in my mind. 32,000-ലേറെ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച സുനിതാ കൃഷ്ണന് ജസ്റ്റിസ് ചന്ദ്രു MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം കൈമാറി. Fierce commitment to social justice, his landmark judgments protecting marginalized communities. സർക്കാർ നയങ്ങൾ കടലാസിൽ ഒതുങ്ങരുതെന്ന് ജസ്റ്റിസ് ചന്ദ്രു നിർദ്ദേശിച്ചു. 3 വയസ്സുള്ള കുട്ടികളെ വരെ കച്ചവടത്തിന് വയ്ക്കുന്ന കാലത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം എന്ന് സുനിതാ കൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. I come from a dark world where people live on the sexual exploitation of a human being, and that human being could be a 3-year-old, could be a 10-year-old, could be a 20-year-old. ഹരിത MLA-മാരായ കാലത്ത് വീരേന്ദ്രകുമാറിന്റെ ചിന്തകളായിരുന്നു വഴികാട്ടിയെന്ന് RJD സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നിങ്ങൾ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ സങ്കടങ്ങളെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരായിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യരായി നമുക്ക് ഒരുപാട് പേരെ, അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള യത്നം കൂടി നമ്മളുണ്ട്. നമ്മുടെ മുമ്പിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രകാശഗോപുരം പോലെ നിൽക്കുന്ന ഒരാളാണ് MP വീരേന്ദ്രകുമാർ സാർ. ജോൺ ബ്രിട്ടാസ് MP, സത്യൻ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.